കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ കാണാതായ 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയിൽ നിന്നാണ് തിരച്ചിൽ സംഘം മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. ഇന്ന് രാവിലെയും ശ്രീനന്ദയ്ക്കായി വിപുലമായ തിരച്ചിൽ നടത്തിയിരുന്നു. പോലീസും വനംവകുപ്പും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. അടിത്തട്ടിൽ നിന്ന് മുകളിലേക്കായിരുന്നു തിരച്ചിൽ. ഇതിനിടെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നുമാണ് മൃതദേഹം ലഭിച്ചത്. മൃതദേഹം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. വളരെ ശ്രമകരമായ ദൌത്യമാണിത്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചെരുവുള്ളത്. ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചെരുവുള്ളത്. അപ്പോൾ അവിടേക്ക് ഈ കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. അപ്പോൾ ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് പറ്റില്ല നമ്മൾ കുട്ടിയെ കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കുറേ പേരുടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷോർ. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ചിക്കമംഗളൂരുവിൽ ഇറങ്ങിയപ്പോൾ തന്നെ ആരെങ്കിലും കുട്ടിയെ ലക്ഷ്യം വെച്ചതാകാമെന്നും ഒറ്റയ്ക്കായ നിമിഷത്തിൽ ലഹരി നൽകി തട്ടിക്കൊണ്ടുപോയതാകാമെന്നും ശ്രീനന്ദയുടെ അമ്മ പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് കുടുംബത്തിനൊപ്പം വിനോദസഞ്ചാരത്തിനായി ശ്രീനന്ദ ചിക്കമംഗളൂരുവിലെത്തിയത്. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടെ ഇറങ്ങി പരിശോധിച്ചു. അത്യാവശ്യം ചെരുവാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെ മെലിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ നോക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തമായി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്ത ബോഡി ഇപ്പൊ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിലൊരു പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു. ബോഡിക്ക് പഴക്കില്ല എന്നാണ് പറയുന്നത്. 4 ദിവസമായി അല്ല. ഇപ്പൊ ഈ സ്ഥലം നിങ്ങളെ ബന്ധുക്കൾക്ക് ഇറക്കാൻ പറ്റിയ സ്ഥലമാണ്? ഞാൻ നേരിട്ട് ഇറങ്ങിയ സ്ഥലമാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ബാബ ബുധൻ ഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നാണ് കുട്ടിയെ കാണാതായത്. ചെങ്കുത്തായ ഇറക്കങ്ങളിലും കൊക്കകളിലും പരിശോധന നടത്താൻ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.